നിലമ്പൂർ വലിയ ആവേശത്തിലാണ്. എം സ്വരാജ് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യുവതി യുവാക്കൾക്കിടയിലുള്ള വലിയൊരു ആവേശമായിട്ട് അത് മാറിയിട്ടുണ്ട്. അത് കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ ഞാനൊരു 6 ദിവസമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. എല്ലായിടത്ത് പോകുമ്പോഴും യുവജനങ്ങളുടെ യുവാക്കളുടെ യുവതികളുടെ ഒരു വലിയ ആവേശപൂർവ്വമായിട്ടുള്ള വരവേൽപ്പാണ് സ്വരാജിന് കാണുവാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ നിലമ്പൂർ ഈ പ്രാവശ്യം സ്വരാജിനെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ചുമതലയിലൊക്കെ, അല്ലെങ്കിൽ ചുമതലയല്ല, അതിന് പ്രചരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെയാണെങ്കിലും അല്ലാതെയൊക്കെ. എങ്ങനെയുണ്ട് നിലമ്പൂർ വരുമ്പോൾ വേറൊരു തരത്തിലാണ്? നേരത്തെ പറഞ്ഞാണ് പ്രധാനപ്പെട്ട സ്വരാജ് വരുമ്പോഴേക്ക് ഒരു യുവാക്കളുടെ ഒരു സാന്നിധ്യം, ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു ക്യാമ്പയിൻ കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് മണ്ഡലത്തിലെ എല്ലായിടത്തും നമ്മളെ എല്ലാ ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ കോൺസെൻട്രേഷനും ഒറ്റ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ആ കേന്ദ്രീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ നേതാക്കന്മാരും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ നേതാക്കന്മാരെയും ഓരോ ബൂത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ കുറച്ച് വീടുകൾക്കായിട്ട് വലിയ നേതാക്കന്മാരെ കിട്ടുകയും നിലമ്പൂരിലെ ജനങ്ങൾക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണുവാനും 140 MLA-മാരെയും MP-മാരെയും ഒക്കെ കാണുവാനും എല്ലാ നേതാക്കന്മാരെ കാണുവാനും ഒക്കെയുള്ളൊരു അവസരം കൂടിയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഏത് ഉപതെരഞ്ഞെടുപ്പും വലിയ ആവേശമായിരിക്കും. അതായത് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ അനുഭവിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ചും CPM പോലുള്ള ഒരു സംഘടനയെ സംബന്ധിച്ച് ഒരു കേഡർ പാർട്ടിക്ക് അതിൻ്റെ സംഘടനാ ശക്തി വിളിച്ച് ഒതുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുവാൻ വേണ്ടിയിട്ടും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും പറ്റും. വളരെ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് ഒരു സംഘടനാ തത്വത്തിനനുസരിച്ച്, അല്ലെങ്കിൽ സംഘടനാ രീതി അനുസരിച്ചുള്ള സംഘാടനം എന്ന രീതിയിൽ എത്തരത്തിലാണ് ഒരു ഇലക്ഷനെ ക്യാമ്പയിൻ ഏറ്റെടുക്കേണ്ടത്. അത് ആശയപരമായിട്ടുള്ള ക്യാമ്പയിനുകൾ, നമ്മുടെ ഉയർത്തിക്കാട്ടുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാനുള്ള പ്രചരണം, അതൊക്കെ കൂടി ചേർത്തുകൊണ്ടാണല്ലോ ഒരു ഇലക്ഷൻ പ്രചരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പും ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്ഥാനാർത്ഥി എന്ന രീതിയിലൊരു വലിയ ഘടകമാണ്. സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എം സ്വരാജിനെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ്. ആർക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു നേതാവാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിട്ട് എം സ്വരാജിനെ ഏറ്റെടുക്കുവാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ആ അവസരം നിലമ്പൂർ ജനത വളരെ കൃത്യമായിട്ട് തന്നെ വിനിയോഗിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഇലക്ഷനിൽ എം സ്വരാജിന് നല്ലൊരു മേൽക്കൈ തന്നെ ഉണ്ടാകും എന്നാണ് ഈ ഒരു 6 ദിവസത്തെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.